ഹായ് ഫ്രണ്ട്സ്, ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് അലോവേര മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ സൈഡിലുള്ളൊരു മഞ്ഞ കളർ ഒരു കറയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാലാണ് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കുക കേട്ടോ. അപ്പോൾ തുടക്കണമെന്ന് വെച്ചാൽ നമ്മൾ അത് എടുക്കാൻ സമയത്ത് ഒരുപാട് സ്ലിപ്പായി പോകും, അലോവേരയാണല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ അലോവേര കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ എനിക്ക്. കാരണം ഇത് ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കയ്യിലൊക്കെ അതിൻ്റെ ആ ഒരു അലോവേരയുടെ ജെല്ലാവുമ്പോൾ തന്നെ അതിങ്ങനെ സ്ലിപ്പായി പോവും. അപ്പോൾ അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അലോവേരയുടെ ജെല്ല് എടുക്കൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക, അത് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. ചിലപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് പോരും, ഇല്ലെങ്കിൽ ഇതിങ്ങനെ സ്ലിപ്പായി കൊണ്ടിരിക്കും. പിന്നെ ഒന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി തുടച്ചതിന് ശേഷമാണ് പിന്നെ അടുത്തത് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിങ്ങനെ വഴുക്കിയും കൊണ്ടിരിക്കുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് മൊത്തം ജെല്ലൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ജെല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും തണ്ടെടുത്തിട്ട് അതിൽ ചിലത് ഇങ്ങനെ വാടിയത് കാരണം ജെല്ല് കുറവായിരുന്നു കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് വെച്ചെങ്കിൽ അത്ര നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഇതിൻ്റെ കഷ്ണമൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ അലോവേര ജെല്ല് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ അലോവേര അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്, അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 98% പ്യൂർ ഗ്ലിസറിൻ, നാച്ചുറൽ ഓയിൽ എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓയിലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ വൈറ്റമിനോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സോപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ എത്രയും കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണേ അത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കനം കുറച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കേടായ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പാനാണ് വെച്ചെങ്കിൽ അത് ഈ സോപ്പിൻ്റെ മണം ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളിതിൽ യൂസ് ചെയ്യുന്ന സ്മെല്ലിൻ്റെയും പിന്നെ ഈ ഒരു പിയേഴ്സ് സോപ്പിൻ്റെയൊക്കെ മണം ഉണ്ടാവും. അപ്പോൾ കേടായിട്ടുള്ള ഇങ്ങനെ ഒരു പാത്രം എടുക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ദോഷമൊന്നുമില്ല. അപ്പോൾ ഇതും പാനായിട്ടുള്ളൊരു കേടായിട്ടുള്ളൊരു പാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുക്കൂലേ ഡബിൾ ബോയിൽ, അതേപോലെ മെൽറ്റായി തുടങ്ങിക്കോളും. അങ്ങനെ മെൽറ്റായി തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മുകളിലുള്ള ആ സോപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളകിയിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇത് മണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ കേടായിട്ടുള്ള പാൻ എടുക്കുക കേട്ടോ. വല്ല ചായ വെക്കണ പാത്രം അങ്ങനെയുള്ളതൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ചായയൊക്കെ വെക്കുമ്പോൾ ഈ ഒരു സോപ്പിൻ്റെ മണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സോപ്പൊക്കെ ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള അലോവേര ജെല്ലുണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ അരിപ്പയിൽ വെച്ചിട്ട് അരിക്കരുത്, കുറച്ച് വലിയ ഹോളായിട്ടുള്ള അരിപ്പ വേണം എടുക്കാൻ. കാരണം അതിൽ കഷ്ണമൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒക്കെ ഒന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടിച്ചു വെച്ചിട്ടുള്ളതിൽ കഷ്ണമൊന്നും ഇല്ലാച്ചെങ്കിൽ പിന്നെ അതങ്ങനെ നേരിട്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സോപ്പും അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം എന്നിട്ട് രണ്ടാമത് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ പകുതി ഇതിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് അതിന് ശേഷം നമുക്ക് അരിപ്പ വെച്ചിട്ടൊന്നിങ്ങനെ ഇതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ കഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ അരിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് ഞാൻ ഗ്രീൻ കളറ് ഫുഡ് കളറാണ് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ആവശ്യം ഒട്ടുമില്ല കേട്ടോ. ആ അലോവേരയുടെ നാച്ചുറൽ കളർ തന്നെ മതി, നമുക്ക് പ്രത്യേകിച്ച് കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്തത്. പിന്നെ ഇതിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് അത്തർ, ഒരു ഡ്രോപ്പ് അത്തർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സ്മെല്ലുള്ളതാണ്. നമ്മൾ തുണിയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ തുണി കഴുകി കഴിഞ്ഞാലും ഇതിൻ്റെ മണം പോവില്ല, അത്രയും സ്മെല്ലാണ് ഈ അത്തറിന്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തു. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആ ചൂട് മതി. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ സോപ്പിൻ്റെ. അത് 2 സോപ്പ് പെട്ടിയുടെ അടപ്പും പിന്നെ നമ്മൾ ഈ പാഴ്സലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അച്ചാറൊക്കെ കിട്ടുന്ന ചെറിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ സോപ്പ് ഇതിന്ന് കൊട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ചെയ്യണത്. ഇല്ലാച്ചെങ്കിൽ ചിലപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 4 സോപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ സോപ്പും പെട്ടി അതിൻ്റെ അടപ്പ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് 3 സോപ്പായിട്ടാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ഈ സോപ്പും പെട്ടിയുടെ അടപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോപ്പുമാണ്. പിന്നെ സ്മെല്ല് ഇതിലേക്ക് പ്രത്യേകം ചേർക്കണം എന്നില്ല കേട്ടോ. കാരണം പിയേഴ്സ് സോപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്മെല്ല് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതാ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പത കെട്ടി നിൽക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ കോരി എടുത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിത് കോരി എടുക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഈ മോൾഡിൽ നിന്ന് പുറത്ത് വന്ന് കിട്ടും. അപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെച്ചിട്ട് 3 അല്ല ഒരു 4-5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കൊട്ടി നോക്കട്ടെ. ഇത് നന്നായി ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒന്നും ആവണില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് 2 സൈഡിൽ നിന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് കയ്യിൽ വെച്ച് കൊട്ടിയപ്പോൾ തന്നെ ഇത് പോന്നു കേട്ടോ. ഇതാ നമ്മുടെ അടിപൊളി സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടതിൻ്റെ മുകളിൽ ആ ഒരു പത നിൽക്കണോണ്ട് തന്നെ ഇങ്ങനെ അതിന് മുകൾ വശം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബബിൾസും പതൊക്കെ നമ്മൾ കോരി കളയുകയാണെന്നുവെച്ചെങ്കിൽ നല്ല വൃത്തിക്ക് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള പോലെ തന്നെ മുകളിലും കിട്ടും. പിന്നെ നഖം വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലത്തെ അങ്ങനെ നിൽക്കണതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. ഒന്നിങ്ങനെ മാന്തി എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ കാണാൻ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും. അപ്പോൾ മറ്റേത് പെട്ടെന്ന് തന്നെ കൊട്ടിയപ്പോൾ പോകുന്നു കേട്ടോ. ചെറിയ സോപ്പ് എനിക്ക് ഇഷ്ടമായത് റൗണ്ട് സോപ്പാണ്. അപ്പോൾ നല്ല സോപ്പാണ് കേട്ടോ, നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് പതയുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോപ്പ് അലോവേരയുടെ. നമുക്ക് വീട്ടിലൊക്കെ നാച്ചുറലായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അലോവേര നമ്മൾ തലയിൽ തേക്കാനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുവെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതുണ്ടോ നല്ല പതമുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീട്ടിൽ അലോവേര ഒക്കെ ഉള്ളവരാണെന്നുവെച്ചെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഒരു പിയേഴ്സ് സോപ്പ് കൊണ്ട് ഒരു 4-5 സോപ്പ് വരെ ഉണ്ടാക്കാവുന്നതാണ്, അത്യാവശ്യം കട്ടിക്കുള്ളത് കേട്ടോ. നമ്മുടെ പേപ്പർ ഗ്ലാസ്സൊക്കെ ഉണ്ടോ, അതിലൊക്കെ ഇതിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ സോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.